നമസ്കാരം. ഗോവൻ വിശേഷത്തിലേക്ക് സ്വാഗതം. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ സൗഭാഗ്യ സുനിലിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. ബീച്ചോളമിലെ കൽപ്പക കൾച്ചറൽ അസോസിയേഷൻ്റെ അംഗങ്ങളായ സുനിൽകുമാർ സൗമ്യ ദമ്പതികളുടെ ഏക മകളായ സൗഭാഗ്യ സുനിലിൻ്റെ മരണാനന്തര ചടങ്ങുകൾ പന്തളം തെക്കേക്കരയിലെ വീട്ടുവളപ്പിൽ നടത്തി. ഗോവ മെഡിക്കൽ കോളേജിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പോസ്റ്റ്മോർട്ടം നടത്തുകയും അതിനുശേഷം വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ നാട്ടിലെത്തിക്കുകയും ചെയ്തിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മരണകാരണവും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കുമെന്ന് കുട്ടിയുടെ ബന്ധുക്കൾ വിശ്വസിക്കുന്നു. ഗോവയിലെ എല്ലാ സംഘടനകളെയും പ്രതിനിധീകരിച്ച് നിരവധി ആളുകൾ GMCയിൽ എത്തിച്ചേർന്നിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 6 മണിയോടെ മോർച്ചറിയുടെ മുൻഭാഗത്ത് മൃതശരീരം പൊതുദർശനത്തിന് വയ്ക്കുകയും ചെയ്തു. അതിനുശേഷമാണ് എയർപോർട്ടിലേക്ക് യാത്രയായത്. രാത്രി 11 മണിയോടെ മൃതശരീരം കേരളത്തിലെത്തി. മാതാപിതാക്കൾക്ക് ആശ്വാസം പകരാനായി നിരവധി ആളുകൾ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തു. ഗോവയിൽ നിന്നും ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. സുനിലിൻ്റെയും സൗമ്യയുടെയും ദുഃഖത്തിൽ ഗോവൻ വിശേഷം യൂട്യൂബ് ചാനൽ പങ്കുചേരുന്നു. യോഗാ ദിനം ഗോവ സർക്കാർ ജീവനക്കാർക്ക് നിർബന്ധമാക്കി. ഗോവ സർക്കാർ ജൂൺ 21 ആഘോഷിക്കുന്ന അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, കോർപ്പറേഷൻ ജീവനക്കാർക്കും പങ്കെടുക്കൽ നിർബന്ധമാക്കി. ഇതുവരെ സ്വമേധയാ ആയിരുന്ന പങ്കാളിത്തം ഇനി നിർബന്ധമാണ്. മുഖ്യമന്ത്രി പ്രമോദ് സാവന്തിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ജൂൺ 1 മുതൽ എല്ലാ വകുപ്പുകളിലും യോഗ സെഷനുകൾ ആരംഭിക്കും. ജീവനക്കാർക്ക് ഓഫീസിലോ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലോ സ്കൂളിലോ യോഗയിൽ പങ്കെടുക്കാം. പങ്കെടുക്കൽ തെളിയിക്കാൻ ഫോട്ടോ അതത് വകുപ്പ് മേധാവിക്ക് അയക്കണം. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5 കോടിയുടെ തട്ടിപ്പ്, പ്രതി CCTVയിൽ. പക്ഷേ ഇനിയും പിടിയിൽ വീഴാതെ സമഗ്ര ശിക്ഷ അഭിയാൻ ഫണ്ടിൽ നിന്ന് 5 കോടി രൂപ തട്ടിയ കേസിൽ മുഖ്യപ്രതി ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ SSA അക്കൗണ്ടിന്റെ മൊബൈൽ നമ്പർ മാറ്റി. സ്വകാര്യ ബാങ്കിന്റെ CCTVയിൽ പ്രതിയെ കണ്ടെങ്കിലും ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. 4.5 കോടി രൂപ വിവിധ സ്വകാര്യ അക്കൗണ്ടുകളിലേക്ക് മാറ്റി. അതിൽ 2 കോടി പശ്ചിമ ബംഗാളിലെ ഒരു വസ്ത്ര വ്യാപാരിക്ക് ലഭിച്ചതായി കണ്ടെത്തി. പ്രതിയുടെ ചിത്രം വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സ്റ്റേഷനുകളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്. KYC മാനദണ്ഡങ്ങൾ മറികടന്നതോ ആന്തരിക ഗൂഢാലോചനയോ അന്വേഷിക്കുന്നു. SSAയുടെ ചെക്ക് ബുക്ക് ഉപയോഗിക്കാതെ ബാങ്ക് ടു ബാങ്ക് ഇടപാടുകൾ നടത്തിയിരുന്നു. മന്ത്രി ഗൌഡിന്റെ പരാമർശം ഉത്തരവാദിത്തമില്ലാത്തത്. കലാ സാംസ്കാരിക മന്ത്രി ഗോവിന്ദ് ഗൌഡിന്റെ ഗോവ സർക്കാരിൽ അഴിമതി നടക്കുന്നുവെന്ന പരാമർശം ഉത്തരവാദിത്തമില്ലാത്തതെന്ന് മുഖ്യമന്ത്രി പ്രമോദ് സാവന്ത് വിമർശിച്ചു. ഗൌഡിന്റെ പരാമർശത്തിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് സാവന്ത് വ്യക്തമാക്കി. ഗൌഡ് പോണ്ടയിലെ ഒരു പരിപാടിയിൽ ട്രൈബൽ വെൽഫെയർ വകുപ്പിൽ കരാറുകൾക്ക് ഫയലുകൾ മായം ചെയ്യാൻ കൈക്കൂലി നൽകുന്നുവെന്ന് ആരോപിച്ചിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിലാണ്. BJPയുടെ ഗോവ യൂണിറ്റും ഗൌഡിന്റെ പരാമർശത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ചു. സ്പീക്കർ രമേശ് തവാഡ്കർ പൊതുവേദിയിൽ ആരോപണം ഉന്നയിക്കുന്നതിനു പകരം മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാമായിരുന്നുവെന്ന് വിമർശിച്ചു. ഗോവയിൽ MBBS വിദ്യാർത്ഥിക്കെതിരെ ഹോസ്റ്റലിൽ രഹസ്യമായി വീഡിയോ ചിത്രീകരിച്ചതിന് കേസ്. ഗോവ മെഡിക്കൽ കോളേജിലെ അവസാന വർഷ MBBS വിദ്യാർത്ഥിക്കെതിരെ ഡെന്റൽ കോളേജ് ഗേൾസ് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി വനിതാ വിദ്യാർത്ഥികളെ കുളിക്കുന്നതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചതിനെതിരെ കേസെടുത്തു. മെയ് 19 രാത്രി 9:45-നും 10-നും ഇടയിൽ ബാംബോളിമിലെ ഹോസ്റ്റലിന്റെ താഴത്തെ നിലയിൽ നുഴഞ്ഞു കയറിയാണ് പ്രതി ഈ പ്രവൃത്തി ചെയ്തത്. ഗസേം പോലീസ് അനധികൃത കടന്നുകയറ്റത്തിനും സ്വകാര്യത ലംഘിച്ചതിനും കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവം വിദ്യാർത്ഥികൾക്കിടയിൽ ഞെട്ടലും പ്രതിഷേധവും ഉണ്ടാക്കി. ഗോവ മെഡിക്കൽ കോളേജിനും ഡെന്റൽ കോളേജിനും ഇടയിലെ പൊതു അതിർത്തി മറികടന്നാണ് പ്രതി ഹോസ്റ്റലിലെത്തിയത്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഗോവൻ വിശേഷത്തിന്റെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.